ചിന്നുമോളെ, ചിന്നുമോളെ, ചിന്നുമോളോട് പോയി. അവിടെ അപ്പുറത്ത് എവിടെയുണ്ട്. ആ, ജയേട്ടന്റെ ഫോൺ വന്നിരുന്നോ? ചേട്ടൻ എന്ന് വരും? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. ഇങ്ങോട്ട് വിളിച്ചില്ലേ? ഇവിടെ ഫോൺ ഡിസോർഡർ ആയിരുന്നു. ഓഫീസിൽ വിശേഷമൊന്നുമില്ലല്ലോ. ആ, ഒരു പുതിയ ലേബർ ഓഫീസർ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയാ, ഏതോ ഒരു മായ, ഒരു വക സാധനം. കുഴപ്പമല്ലോ ഉണ്ടായോ? വിറപ്പിച്ചു കളഞ്ഞു. എല്ലാ രജിസ്റ്ററും ഫയലിലും റെഡിങ് കൊണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, ജയേട്ടൻ വരുമ്പോ എല്ലാം ശരിയായിക്കൊള്ളും. ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ ആന്റി. ഇതാണ് ഡാഡിയുടെ ഓഫീസിലെ മാനേജർ ശങ്കർ അങ്കിൾ. ഇതാണ് ഞാൻ പറഞ്ഞ ആന്റി. ഇരിക്കൂ. പേരെന്താ? മായ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ പുതിയ ലേബർ ഓഫീസറുടെ കാര്യം. കുടിക്കാൻ എന്താ? കാപ്പിയോ ചായ? താങ്ക്സ്, ഒന്നും വേണ്ട. ആദ്യമായിട്ട് വന്നതല്ലേ. ശങ്കർ, കാപ്പി. ആന്റിക്ക് ഞാൻ കൊണ്ടുവരാം കാപ്പി. സുശീലെ, ഇത് കോഫി ഉണ്ടാക്ക്. ലേബർ ഓഫീസ് വന്നിട്ടുണ്ട്. ശരി. അങ്കിൾ അങ്കിൾ, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ? നീ ചുമ്മാ ഇവിടെ ഇരുന്നാ മതി. വല്ലാതെ ഉഷ്ണിക്കുന്നുണ്ടല്ലേ? അതാണ് ഫാന്റെ സ്വിച്ച്. ജയദേവൻ എന്റെ ചേട്ടനാണ്. എനിക്ക് അല്പം ജോലി തിരക്കുണ്ട്, ഞാൻ പിന്നെ വരാം. അയ്യോ, കാപ്പി വേണ്ട. എന്തൊരു ഹുങ്ക്! ഫാന്റെ സ്വിച്ച് ഇടാൻ പോലും ആള് വേണം. തുണത്തിന്റെ കൊഴുപ്പേ. അവരെവിടെ പോയി? എന്തു പറ്റി? ഞാൻ ജയേട്ടന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു. പിന്നൊന്നും പറഞ്ഞില്ല. അവരെഴുന്നേറ്റ് പോയി. ഓ, അത് ശരി. സർക്കാർ ഓഫീസറല്ലേ, മുതലാളിയുടെ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കുന്നത് കരുതി കാണും. ഓ, എന്ത് പവറാണപ്പാ. My God. പാവം. കാക്ക ഗാക്കങ്ങ ചാച്ച ജാച്ചഞ്ഞ ഠാട്ട ഠാട്ടണ. ഒന്ന് പറയൂ കുട്ടി, കേൾക്കട്ടെ. കാക്ക കാക്ക ഞാ. കാക്ക കാക്ക ഞാനല്ല, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. കാക്ക കാക്കങ്ങ ചാച്ച ജാച്ചഞ്ഞ ഠാട്ടടാഠണ ധാത്ത ധാത്തന ഭാപ്പ ഭാപ്പമ യരലവശ സഹളരാക്ഷ. ഇങ്ങനെ പഠിച്ചാൽ സംഗീതം വേറെ പഠിക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി. ആന്റി എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. വിളിച്ച പോലെ തോന്നി. ഇല്ല, മോള് ചെന്ന് പഠിക്കേ. മാസ്റ്റർ നല്ല ഉറക്കമാ. ഉറക്കാണോ? വേണ്ട ആന്റി, ഉറങ്ങിക്കോട്ടെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ല, ഒന്ന് നോക്കട്ടെ. പാവം. വാ. അത്ര വലിയ ഉറക്കൊന്നുമില്ല. ആന്റി ഇവിടെ ഇരി, ഞാൻ പോയി പഠിച്ചോളാം. മോള് നടക്ക്. മാഷേ, മാഷേ, എന്താ മാഷേ, ഉറങ്ങാണോ? ഇന്നലെ പവർ കട്ടായിരുന്നു, തീരെ ഉറങ്ങാൻ പറ്റിയില്ല. AC ഉണ്ടായിരുന്നില്ല. മോളെ പഠിക്ക്. അരിവാൾ അരിവാൾ വാടി വടി
കൂന്തം കുന്തം, കാഠാരി കഠാരി, കോടാലി കോടാലി. കോടാലി വായിക്കൂ കേക്കട്ടെ. കുടാലി. കുടാലി അല്ല, കോടാലി. കോടാലി. ആ, കണ്ട കോടാലി അല്ല, വെറും കോടാലി. മോള് സ്കൂളിൽ പോയോ? പോയി. ഇത് പുതുതായിട്ട് ഇപ്പൊ ഡൽഹിയിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഇതിൽ പല അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഉള്ളപ്പോ എന്തിനു ചേട്ടാ? ഇരിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമല്ലേ. എന്താണോ താൻ പറഞ്ഞ സാധനം തന്നെയല്ലേ ഇത്? അതെ. അയ്യോ, സമയം ഒരുപാടായി, ഓഫീസിൽ പോണ്ടേ. എനിക്ക് വിശന്നിട്ട് വയ്യ. വാ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പേരൊന്നും പറഞ്ഞില്ല. അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ അവരുടെ താമസം. ഓഹോ. ആ. ചേട്ടൻ ലേബർ ഓഫീസിൽ പോണ്ടേ? ആ. ഗുഡ് മോർണിംഗ് മാഡം. മിസ്റ്റർ ജയദേവനോ? ഇരിക്കൂ. പുതിയ ഓഫീസർ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് കാണണമല്ലോ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇരിക്കൂ. സന്ധ്യ മിൽസിന്റെ ഓണർ മിസ്റ്റർ ജയദേവൻ കാണാൻ വന്നിട്ടുണ്ട്. അല്പം ജോലി തിരക്കിലാണ്. പിന്നീട് കാണാമെന്ന് പറയും. ശരി. സോറി മിസ്റ്റർ ജയദേവൻ, ഇപ്പൊ അല്പ തിരക്കിലാണ്. പിന്നെ കാണാമെന്ന് പറഞ്ഞു. വിലാസിനിയമ്മേ, ഉച്ച കഴിഞ്ഞ് ഞാൻ വരില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചാൽ മതി. ശരി. മിസ്റ്റർ ജയദേവന് മായ നേരത്തെ അറിയാമോ? ഇല്ല. ഹലോ ഹലോ, വിമൻസ് ഹോസ്റ്റലല്ലേ? രാധ ഒന്ന് വിളിക്കാമോ? നിങ്ങൾ ആരാണ്? ഞാൻ രാധയുടെ കസിനാ. എന്റെ പേര് സുജാത. ഒന്ന് വിളിക്കാമോ? ഹോൾഡ് ചെയ്യൂ, വിളിക്കാം. താങ്ക് യു. ഞാനടി സുജാത. സുജാതയോ? നല്ല ആളാ. പറ്റിച്ചറിഞ്ഞല്ലോ. പറ്റിക്കാതെ എന്ത് ചെയ്യും? ആണെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കാൻ പറ്റുമോ? ആ, പിന്നെ ഒരു കാര്യം, ഇന്ന് ക്ലാസ്സിൽ പോകണ്ട. 10 മണിക്ക് ഞാൻ നമ്മുടെ സ്ഥിരം സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും. അത് പറഞ്ഞാൽ പറ്റില്ല. 10 മണിക്ക് തന്നെ വരണം. ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ബൈ. ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്താടാ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ തിരിച്ചത്? ഒരു സെക്കൻഡ് ഞാൻ വൈകി പോയെങ്കിൽ നീ പോയി പോയേനെ. അതാണടാ ഗോപൻ ഭാഗ്യമുള്ളവനാണെന്ന് പറയുന്നത്. നീ ഓഫീസിൽ പോവല്ലേ? അതെ. ആ വീടിന്റെ കീ ഞാൻ എന്തിനാ? നീ എന്തെങ്കിലും കുലുമാലൊപ്പിച്ച് എന്റെ വീടിന്റെ മുമ്പിൽ ആൾക്കാർ കുടിപിടിക്കാൻ ഇടവന്നാലുണ്ടല്ലോ. എടേ, എന്റെ വൈഫ് പ്രസവത്തിന് വീട്ടിൽ പോയിരിക്കുക. അവള് വരുന്നതിന് മുമ്പ് ഡൈവോഴ്സിനുള്ള ഇടയൊന്നും ഉണ്ടാക്കി വെക്കല്ല എന്റെ പൊന്നളിയ.
അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ കൂടി കളിച്ച് സാധനം അങ്ങനെ കൊള്ളാം. ഉഗ്രൻ നമ്പർ 1 സാധനം. പക്ഷേ ഇത് ലൈൻ വേറെയാ. ദൈവിക പ്രേമം. പ്രേമത്തിന്റെ ഭാഷയിലും അഭിനയത്തിലും മാത്രമേ സാധനം വീഴൂ. പ്രേമിക്കാതിരിക്കാൻ പറ്റുമോ? അവളുടെ അമ്മയുടെ പ്രേമം. വരൂ, come on. എങ്ങനെയുണ്ട് എന്റെ അമ്മാവന്റെ വീട്? അമ്മായിക്കാണെങ്കിൽ രാധയെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അമ്മാവനും അമ്മായും വന്ന് രാധയെ കണ്ടതിന് ശേഷം ഇവിടുന്ന് പോയാ മതി. അതുവരെ നമുക്ക് ഇവിടെ ഇരുന്ന് മനസ്സമാധാനമായിട്ട് സംസാരിക്കാം. ഇരിക്കൂ. രാധ ഇങ്ങനെ നേർവസ് ആയാലോ? വേണ്ട, എനിക്കിപ്പോ പോണം. മനസ്സും ശരീരവും പരസ്പരം പങ്കുവെക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രേമബദ്ധരായത്. പിന്നെ രാധ എന്തിനിങ്ങനെ ഭയപ്പെടണം? വേണ്ട ഗോപേട്ട, വിവാഹത്തിന് മുൻപ് ഇതൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? ഓ, അത് ശരി. അപ്പോ രാധയ്ക്കെന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എങ്കിൽ പിന്നെന്താ? രാധയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ രാധയെ വിവാഹം കഴിക്കാതെ കാലുമാറിക്കളയുമെന്നായിരിക്കും രാധയുടെ വിചാരം അല്ലേ? ഞാൻ രാധയെ ഇങ്ങനെയല്ല കരുതിയത്. വേണ്ട രാധേ, പരസ്പര വിശ്വാസമില്ലാത്ത ഒരു ബന്ധവും ശാശ്വതമല്ല. അല്ല ഗോപേട്ട, എനിക്ക് രാധയെ നശിപ്പിക്കുകയാണ് എന്റെ ഉദ്ദേശം എന്നല്ലേ രാധ പറഞ്ഞതിന്റെ അർത്ഥം? മതി രാധേ, എനിക്ക് തൃപ്തിയായി. രാധയുടെ വായിൽ നിന്ന് തന്നെ ഞാനിത് കേൾക്കണം. ഇനി ഞാനിവിടെ ഒരു നിമിഷം ഗോപേട്ട, ഞാനൊരു പെണ്ണാണ് ഗോപേട്ട. എനിക്ക് രാധേ, ഗോപേട്ട. എടീ മോളെ, വേണ്ടി വന്ന നിന്റെ തള്ളെ വരെ ഞാൻ വാചടിച്ചു വീഴ്ത്തും. പിന്നല്ലേ നീ. നീ ഊണ് കഴിക്കുന്നില്ലേ? ആ, ഈയിടെയായി കുറച്ച് കൂടുതലാവുന്നുണ്ട്. ദിവസവും ഇത് കൂടാതെ നിനക്ക് പറ്റില്ലേ മോനെ? മോനെ, നിന്നെ കുറിച്ച് ഞാൻ പലതും കേൾക്കുന്നുണ്ട്. എല്ലാം ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചിലത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല. എന്താ എന്നെ കുറിച്ച് കേട്ടത്? ഒരമ്മയ്ക്കും സ്വന്തം മകനോട് ചോദിക്കാനോ പറയാനോ പറ്റാത്ത പലതും. എന്നാ പിന്നെ ഇപ്പൊ ചോദിച്ചത് എന്തിനാ? മനസ്സിൽ തന്നെ അങ്ങ് വെച്ചോണ്ടിരുന്നാ പോരായിരുന്നോ? മോനെ, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. എനിക്ക് താങ്ങും തണലുമായി നീ ഒരുത്തനെ ഉള്ളൂ. ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് ദുഃഖിക്കാൻ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. അത് ഞാൻ വരുത്തി വെച്ചൊന്നും അല്ലല്ലോ. നിന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിലൂടെ താമസം ആരംഭിച്ചപ്പോൾ തന്നെ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. അന്ന് കൈക്കുഞ്ഞായിരുന്ന നിന്നെ കുറിച്ച് ഓർത്തപ്പോൾ അത് തോന്നിയില്ല മോനെ. പിന്നെ ഒരു കാര്യം, എനിക്ക് വയസ്സ് 10-30. 16 വയസ്സ് മുതൽ ഞാൻ എന്റെ സ്വന്തം കാര്യം നോക്കി തുടങ്ങിയതാ. ഞാൻ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെലവാക്കുകയും ചെയ്യും. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന വിധത്തിലുള്ളതാണോ നിന്റെ സമ്പാദ്യം? ആർക്കാ ഇത്ര ഛേദം? വിഷമുള്ളവർ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞേരെ, ഞാൻ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാം. മോനെ, തുടങ്ങി. നിങ്ങൾ വലിയ സാഹിത്യകാരിയല്ലേ? കഥയും പുരാണമൊക്കെ എഴുതി നടക്കുകയല്ലേ? ആ, ഇനി നിങ്ങൾക്കൊരു കഥ എഴുതാം. മുടിയനായ പുത്രന്റെ കഥ കൂടി.